പൊതുപ്രവർത്തനത്തിന് ചെറിയ അവധി നൽകി ഡെപ്യൂട്ടി സ്പീക്കർ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി. അനാഥാലയത്തിന്റെ പശ്ചാത്തലത്തിൽ രഘു പെരുമ്പുളിക്കൽ സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രത്തിലാണ് ചിറ്റയം ഗോപകുമാർ പ്രധാന വേഷത്തിലെത്തുന്നത്. അനാഥാലയത്തിലെ അന്തേവാസികൾ രാധാമണി അമ്മയും ഭാസ്കരൻ പിള്ളയും നായികയും നായകനും. ആ പരിസരത്തു നിന്ന് തന്നെയാണ് മറ്റനേകം പേരും ഹ്രസ്വചിത്രത്തിൽ അഭിനേതാക്കളായത്. എല്ലാവരും മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ നിന്നുള്ളവർ. റീൽസുകളിലൂടെ വൈറലായ അന്തേവാസികളിലേക്ക് സംവിധായകൻ ക്യാമറയുമായി ചെന്നു കയറുകയായിരുന്നു. കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. ഓഡീഷനിലും അവർ ശോഭിച്ചു. പിന്നാലെ എത്രയും പ്രിയപ്പെട്ടതിനായി സംവിധായകൻ ആക്ഷൻ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അനാഥാലയം നടത്തിപ്പുകാരൻ്റെ റോളിലാണ്. അഭിനയിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരൻ നല്ല താല്പര്യമാണ്. എൻ്റെ രണ്ടാമത്തെ ഫിലിമിലാണ്, ഈ ഷോർട്ട് ഫിലിമിലാണ് പുള്ളിക്കാരൻ അഭിനയിക്കുന്നത്. ആദ്യത്തിനകത്ത് നല്ല റോളായിരുന്നു, പ്രധാന അധ്യാപകൻ്റെ റോളായിരുന്നു കൈകാര്യം ചെയ്തത്. ഇതിനകത്ത് അനാഥാലയത്തിൻ്റെ മാനേജറുടെ വേഷമാണ് കൊടുത്തേക്കുന്നത്. ഞാൻ എടുക്കുന്ന 4ാമത്തെ പടമായിരുന്നു. ആദ്യത്തെ പടം മാലിന്യത്തെ കുറിച്ചുള്ളായിരുന്നു, ഒരു പടം ലഹരിക്കെതിരെയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അനാഥാലയത്തിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എടുത്തിരിക്കുന്നത്. പന്തളം, അടൂർ, പള്ളിക്കൽ മഹാത്മാ ജനസേവന കേന്ദ്രം എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കി. സ്വന്തം മാതാവിനെയും പിതാവിനെയും ബന്ധുക്കളെയും അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന തലമുറയ്ക്കെതിരായി ഒരു സന്ദേശം കൂടിയാണ് ഈ സിനിമ. തീർച്ചയായും അത് നമ്മുടെ സമൂഹത്തിന് ഒരു പുതിയ മെസ്സേജ്, സന്ദേശം നൽകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. AV മൂവീസാണ് നിർമ്മാണം. എഡിറ്റിംഗ് ജോലികൾ പൂർത്തിയാക്കി ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്യും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.